നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സേതുവും പല്ലവിയും ലക്ഷ്മിയമ്മ അച്ചു ശ്രീഹരിയൊക്കെ സംസാരിക്കണ സമയത്ത് ലക്ഷ്മിയമ്മ ആ കാര്യം പറയണേ. അതെ, പൂർണ്ണമേ മാധവേനും തമ്മിൽ ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ മാറിക്കൊടുത്തെ. സ്നേഹിക്കുന്ന മനസ്സുകൾ തമ്മിലല്ലേ ഒന്നിച്ച് ജീവിക്കണ്ടേ. അത് കേട്ടതും സേതു പറഞ്ഞു, അതെ പൂർണ്ണമേ എനിക്ക് അമ്മ തന്നെയാ, എന്നെ മകനെ പോലെ തന്നെയാ നോക്കുന്നത്. അതെനിക്കറിയാം സേതു, ആ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പൂർണിമ ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് എന്റെ സേതുവിനെ ഇപ്പൊ കിട്ടിയത്. എന്റെ സേതുവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതും പൂർണിമ തന്നെയല്ലേ. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സേതു അച്ഛനോട് ചോദിച്ചു, അച്ചു ഇപ്പൊ നിന്റെ സംശയങ്ങളൊക്കെ മാറിയില്ലേ? അത് കേട്ടപ്പോ ലക്ഷ്മിയമ്മ ചോദിച്ചു, അതെന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ചു ലക്ഷ്മിയമ്മയുടെ അരിയിലേക്ക് വന്ന കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അമ്മേ, എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴതൊക്കെ മാറി, ഇപ്പോഴതൊക്കെ നീങ്ങി. എനിക്കിപ്പോ മനസ്സിലായി സേതുവിന്റെ അമ്മ തനി തങ്കമാന്നുള്ള കാര്യം. അത് ഞാൻ അറിയാൻ വയ്യെന്ന് പറയണം. അത് കേട്ടതും ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായി. അതിനുശേഷം അച്ചു പറഞ്ഞു, എന്നാ ശരി ഞങ്ങളെ കൂടെ ഇറങ്ങുക. ആഹാ, വന്നിട്ടൊന്നും കഴിക്കാതെ പോകാനായിട്ടാ? അതെ, കഴിപ്പൊക്കെ പിന്നീടാവും. ശ്രീഹരി വിളിച്ചു കഴിഞ്ഞപ്പോ ആ സെക്കൻഡ് ഞാൻ ചാടിക്കേറി പുറപ്പെട്ടതാ. പിന്നെ ഒരിക്കൽ വന്ന് ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങത്തുള്ളൂ എന്ന് പറയണേ. അങ്ങനെ അവര് യാത്ര പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നീട് രാത്രിയായി കഴിഞ്ഞ സമയത്ത് ലക്ഷ്മി അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുവാണ് സേതു. ആ സമയത്ത് ലക്ഷ്മി അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. പല്ലവി അരികിൽ തന്നെയുണ്ട്. പിന്നീട് ലക്ഷ്മി അമ്മ പറഞ്ഞു, കർണന്റെ വിചാരം തന്നെ ഉപേക്ഷിച്ചു പോയ തന്റെ അമ്മയെ കുന്തിദേവി പാണ്ഡവരോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുവാന്നാ. പക്ഷെങ്കില് കർണൻ അറിയത്തുണ്ടായിരുന്നില്ലല്ലോ ആ അമ്മ വിഷമിച്ച വേദന എന്താന്ന്. കാരണം ഓരോ അമ്മയ്ക്കും തന്റെ മക്കളെല്ലാം ഒരേപോലെയാണ്. ഒരു മകനെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എത്രമാത്രം വിങ്ങൂന്ന് അത് കർണൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒടുവിൽ എന്ത് ചെയ്തു, കർണൻ തന്റെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി. ഓരോ അമ്പ് തൊടുത്തു വിടുമ്പോഴും അതെല്ലാം കുന്തിദേവിയുടെ ഹൃദയത്തിലാണ് പതിച്ചിരുന്നത്. കർണൻ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ് ലക്ഷ്മിയമ്മയുടെ. അപ്പോഴേക്ക് സേതു വെച്ചു, എന്താ അമ്മേ, അമ്മയ്ക്ക് ഇതെന്താ? അമ്മ എന്തിനാ കരയണേ? ദേ ഞാനതിന് കർണൊന്നും അല്ലാന്ന് പറയണം. എനിക്കറിയാടാ മോനെ. പക്ഷേങ്കിലേ മക്കളെ ഉപേക്ഷിച്ച് കളഞ്ഞ ഓരോ അമ്മമാരുടെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടായിരിക്കും എന്നറിയാവോ? അവരെ കാണാതെ വന്നു കഴിയുമ്പോൾ അവരുടെ നെഞ്ചു പടഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. എല്ലാ അമ്മമാരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാ. മക്കളെ കാണാതെ വരുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവും. അത് കേട്ടപ്പം പല്ലി പറഞ്ഞു, എനിക്കറിയായിരുന്നു കർണന്റെ കഥ തുടങ്ങിയപ്പോഴേ അവസാനം ഈ കരച്ചിലായിരിക്കും. സേതു പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കും. എന്റെ സഹോദരിമാരെ അതുപോലെ തന്നെയാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ അമ്മയും എന്റെ സഹോദരിമാരും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. അവരെയൊക്കെ ഞാൻ പൊന്നുപോലെ നോക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ആഹാ, അപ്പൊ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നോടം വരെ ഞങ്ങൾ എല്ലാവരും ജീവനോടെ ഉണ്ടായിരിക്കണം അല്ലേടാ എന്നൊക്കെ ചോദിച്ചോണ്ട് തമാശ പറയണം. അപ്പോഴേക്കും പല്ലവിയും കൂടെ ചിരിച്ചു. പെട്ടെന്നാണ് കറണ്ട് പോയത്. ഇതെന്താ കറണ്ട് പോയല്ലോ, പവർ കട്ടാണോ? പവർ കട്ട് ആയല്ലോ എന്നൊക്കെ സേതുവും പറഞ്ഞു. അതെ, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി എമർജൻസി എല്ലാം എടുത്തോണ്ടിരാന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് കഥയെ മുട്ടുന്ന കേട്ടെ. അപ്പോഴേക്ക് സേതു പല്ലവിയോട് പറഞ്ഞു, കെയർടേക്കറാന്ന് തോന്നേ, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞുകൊണ്ട് സേതു അങ്ങനെ പോയി കഥ തുറന്നു. നോക്കിക്കഴിഞ്ഞ് 2-3 പേര് അവിടെ നിൽക്കുന്നു. സേതുമാധവനല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേന്ന് പറഞ്ഞു തീരുവല്ല സേതുവിനെ അടിക്കുകയാണ്. സേതു പെട്ടെന്ന് തടഞ്ഞു. അങ്ങനെ അവിടെ ഭയങ്കര അടിയും വഴക്കും. ലക്ഷ്മിയമ്മ എമർജൻസി എടുത്തുകൊണ്ടിരുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ അടി നടക്കുന്നതാണ്. ആ സമയത്ത് അവന്മാരെ എടുത്തിട്ട് അടിച്ചു സേതു. അപ്പോഴേക്കും അവന്മാര് വീണ്ടും സേതുവിനെ തല്ലാനായിട്ട് വന്നു. ലക്ഷ്മിയമ്മയുണ്ട്, പല്ലവിയുണ്ട്. അപ്പൊ അവരെയും കൂടെ സംരക്ഷിക്കണമല്ലോ. സേതു അവരെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ കയറി നിന്നു. ആ സമയത്ത് അവന്മാര് വീണ്ടും അടിക്കാനായിട്ട് വന്നു. വീണ്ടും സേതുവിനെ അടിക്കുന്ന സമയത്ത് പല്ലവി നോക്കുമ്പോഴത്തേനും വലിയൊരു ഫ്ലവർ വൈസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തിട്ട് അവന്റെ തലക്കിട്ട് അടിക്കണം. നല്ല രീതിയിൽ തന്നെ കൊടുത്തു. ഒടുവിൽ അവന്മാരെ അടിച്ചോടിച്ചു. അപ്പോഴേക്കും അതിനകത്തുനിന്ന് ഒരുത്തൻ കത്തി വീശി കഴിഞ്ഞപ്പോഴത്തേന് സേതുവിന്റെ കയ്യിലേക്കാ കൊണ്ടേ. സേതുവിന്റെ കൈയും പറഞ്ഞ് ബ്ലഡ് ഒഴുകുവാണ്. അപ്പോഴേക്കും അവന്മാർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പല്ലവി അകത്ത് പോയി ഒരു തുണി എടുത്തോണ്ട് വന്ന് സേതുവിന്റെ കയ്യിലേക്ക് ഇട്ടുവാണ്. ലക്ഷ്മി പറഞ്ഞു, മോളെ എത്രയും പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇതേ ചോര ഒഴുകുകയാണല്ലോ എന്നൊക്കെ പറയണേ. ലക്ഷ്മിയമ്മയ്ക്ക് ആകെപ്പാടെ ആദ്യമായി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പല്ലവി ഓടിപ്പോയി വണ്ടി വിളിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ഓടുവാണ്. അതുപോലെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് സേതുവിന്റെ കയ്യിൽ നിന്ന്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വേണുഗോപാല് ഇന്ദന്റെ ഫോണിലേക്ക് വിളിക്കുവാണ്. വിളിച്ചിട്ട് പറഞ്ഞു, എടാ സേതു മാധവ, നീ എന്താ പറഞ്ഞേ? നിന്റെ കോമ്പൗണ്ടിനകത്ത് പോലും കയറി പോലെന്നോ? നിന്റെ കോമ്പൗണ്ടിനകത്ത് കയറി നിനക്കിട്ട് പണി തന്ന ആരാന്നറിയാവോ? ഈ വേണുഗോപാല് തന്നെയാന്ന് പറയണേ. ഇപ്പം മനസ്സിലായില്ല നിനക്ക് ഈ വേണുഗോപാൽ ആരാന്ന്? ഇപ്പം നിന്റെ കൈ കിട്ടാ കുത്ത് കിട്ടിയത്, പക്ഷെ ഇനി കിട്ടാൻ പോകുന്നത് നിന്റെ നെഞ്ചത്തേക്കായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഇന്ത്യന് ഒരു കാര്യം മനസ്സിലായി, സേതുവിനിട്ട് കുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത്ര ഇരിക്കട്ടെ, ഇനി നീ വന്നിട്ടുണ്ടെന്ന് നിന്നെ തീർത്ത് കളയെന്ന് പറഞ്ഞ് വേണുഗോപാൽ കോള് കട്ട് ചെയ്തു. ആ സമയം ഇന്ദ്രൻ കരുതി, ആഹാ,
സേതുവിനിട്ട് കുത്ത് കിട്ടിയിട്ടുണ്ട്, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ. താൻ വെച്ച പണിയൊക്കെ ഏൽക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം. പിന്നീട് ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് വരണം. അപ്പൊ ആ സമയത്ത് വേണുഗോപാൽ ഫോൺ വിളിക്കണ സമയത്ത് ഇന്ദ്രൻ പുറത്തായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് വന്നു. പിന്നീട് ഇന്ദ്രൻ വീട്ടിലേക്ക് വന്നിട്ട് ആ സേതുവിന് പറ്റിയ കാര്യങ്ങളൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് പൂർണ്ണിമ വെച്ചു, അല്ല ആരാ സേതുവിനെ കുത്തിയത്? ആരാന്ന് മനസ്സിലായില്ല, ആ വേണുഗോപാല്. അവന്റെ ഒരു ദുഷ്ടനാന്ന് പറയണം. സേതുവിനെ കൊല്ലാനായിരുന്നു പ്ലാന്. അല്ല, സേതു ഇപ്പൊ എവിടെയുണ്ട്? അതിനെക്കുറിച്ചൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോഴേക്കും പ്രതാപം പറഞ്ഞു, ചേച്ചി ഇനി എന്താണ് ഒരു കാര്യം ഉറപ്പാ, ആ ലക്ഷ്മിയായിട്ട് അധികം കമ്പനി വേണ്ടെന്ന് സേതുവിനോട് പറഞ്ഞാലേ, അല്ലെ സേതുവിന്റെ ജീവനും കൂടെ അപകടം. ഒന്നെങ്കിൽ ലക്ഷ്മിയായിട്ടുള്ള ബന്ധം സേതു ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ സേതുവായിട്ടുള്ള ബന്ധം നിങ്ങൾ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവൻ ആപത്താ. ഇന്ദ്രൻ പറഞ്ഞു, പ്രതാപം പറഞ്ഞ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ജീവനും മിക്കവാറും അയാളുടെ അടുത്തുനിന്ന് ഇരിക്കും. അയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അത്രയ്ക്കൊരു ക്രൂരനാന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് പൂർണ്ണിമയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ കാണണമെന്ന് പറയണം. കാണാനോ? അതെ, എനിക്കിപ്പൊ തന്നെ പോണം. ഹരി, നീ എൻ്റെ കൂടെ വരാൻ പറയണം. പ്രതാപൻ ചോദിച്ചു, ചേച്ചി ഇത് എങ്ങോട്ടാ? എന്ത് ഭാവിച്ച അയാൾ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വേണുഗോപാലിനെയും പേടിയില്ല. എനിക്ക് എൻ്റെ മോനെ കണ്ടേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീഹരിയെ വിളിച്ചോണ്ട് പോയി ശ്രീഹരിയുടെ ഓട്ടോറിക്ഷയിലേക്ക് അങ്ങോട്ട് കയറി പൂർണ്ണിമ സേതുവിനെ കാണാനായിട്ട് ഇറങ്ങുവാണ്. പിന്നീട് ഹോസ്പിറ്റലിലൊക്കെ പോയി കൈയൊക്കെ വെച്ച് കെട്ടി സേതു വന്നിരിക്കുകയാണ്. അപ്പൊ പല്ലവിയും ലക്ഷ്മിയമ്മ ഉണ്ട്. ലക്ഷ്മിയമ്മ ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് കൊടുത്തിട്ട് സേതുവിനോട് പറഞ്ഞു, ഇത് കുടിക്കടാന്ന് പറയണം. എനിക്ക് വേണ്ടമ്മേ, അമ്മയ്ക്കല്ല ക്ഷീണം, അമ്മ കുടിച്ചോ. പിന്നെ എനിക്കാണോ ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നതായിട്ട്. ഇതാരാ പോലും ഈ സമയത്ത്? ഇനിയിപ്പോ വീണ്ടും അവർ തിരിച്ചു വന്നാണോ എന്നൊക്കെ പല്ലവി പറഞ്ഞു. സേതു പറഞ്ഞു, നമുക്ക് പോയി നോക്കാം. വേണ്ട സേതുട്ടാ, എനിക്ക് പേടിയാ. പിന്നെ പേടിച്ചിട്ട് കാര്യമുണ്ട്, ആരാന്ന് അറിയണമല്ലോ. അങ്ങനെ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സേതു കഥ തുറന്നു നോക്കുമ്പോ പൂർണ്ണിമയാണ്. കൂടെ ശ്രീഹരിയുണ്ട്. ഒരു നിമിഷം പൂർണ്ണിമ സേതുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പൊ സേതുവിന്റെ കയ്യിലെ കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. പൂർണ്ണിമയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി. പിന്നീട് പൂർണ്ണിമ സേതുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് എന്റെ മോനെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയോ. ആ കാഴ്ച കൊണ്ടോണ്ട് ലക്ഷ്മിയമ്മയും പല്ലവി ഇങ്ങനെ നിൽക്കുക. ലക്ഷ്മിയമ്മയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് പൂർണ്ണിമ പറഞ്ഞു, എന്താ മോനെ നീയാ? നിനക്ക് ഒരു വാക്ക് എന്നോട് പറയായിരുന്നല്ലോ. നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ. എന്താ നീ എന്നോട് ഇതൊന്നും പറയാതിരുന്നേ? അപ്പോഴേക്കും ശ്രദ്ധിച്ചല്ല, അമ്മയോട് ധാരാ പറഞ്ഞേ. ഇന്ദ്രനാ വന്ന് പറഞ്ഞേ. അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ കാര്യങ്ങൾ അറിഞ്ഞേ. അമ്മ എന്തിനാ രാത്രി ഇങ്ങോട്ടേക്ക് ഓടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ മോൻ രാപത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അതല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം. ആ സമയത്ത് ലക്ഷ്മിയമ്മ ഇങ്ങനെ പൂർണ്ണിമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒന്നും മിണ്ടില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ ലക്ഷ്മിയമ്മയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം പല്ലവി സേതു ഒക്കെ പരസ്പരം നോക്കി. പിന്നീട് സേതു പറഞ്ഞു, അതെ ലക്ഷ്മിയമ്മ, ഇതാരെന്ന് മനസ്സിലായോ? ഇതെന്റെ അമ്മ, പൊന്നുമടത്തിലെ അമ്മയാന്ന് പറയണം. എനിക്ക് മനസ്സിലായി. പൂർണ്ണിമ അല്ലേന്ന് ചോദിക്കാം. അതേന്ന് പറയണം. ആ സമയം പല്ലവിയോട് ലക്ഷ്മി പറഞ്ഞു, മോളെ എന്തേലും കുടിക്കാൻ എടുത്തോണ്ട് ഞാൻ പറയണം. അങ്ങനെ പല്ലവി അങ്ങോട്ടേക്ക് പോയി. ആ സമയം സേതു ശ്രീഹരി ഉണ്ട്. പൂർണ്ണിമ പറഞ്ഞു, അതെ എനിക്ക് ലക്ഷ്മിയോട് കുറച്ച് കാര്യങ്ങൾ തനിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണം. നീ വാട ശ്രീഹരി എന്നും പറഞ്ഞുകൊണ്ട് സേതു ശ്രീഹരിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. ആ സമയം പൂർണ്ണിമ ലക്ഷ്മിയോട് പറഞ്ഞു, ലക്ഷ്മി ഇവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ ലക്ഷ്മിയമ്മ അവിടെ ഇരുന്നു. പൂർണ്ണിമ അവിടെ ഇരിക്കുകയാണ്. ആ സമയം ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല എന്താ പൂർണ്ണിമയ്ക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ആ സമയം പൂർണ്ണിമ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. പിന്നീട് പൂർണ്ണിമ പറഞ്ഞു, അതെ ലക്ഷ്മിയുടെ ജീവിതം തട്ടിയെടുത്ത് എറിഞ്ഞവളാ ഞാൻ. കാരണം ലക്ഷ്മി ജീവിച്ച് പകുതിയായി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇടയിലേക്ക് കയറി വന്നവളാ ഞാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ലക്ഷ്മിയുടെ മാധവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മാധവേട്ടനെ കാണാനായിട്ട് ഒരിക്കൽ പോലും പോയിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു, അതിനകത്ത് ഇപ്പം ഞാൻ ഒരിക്കലും പൂർണ്ണിമയെ തെറ്റ് പറയില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്താ തെറ്റ്. ഞാൻ എൻ്റെ ഭർത്താവിനെ പറയത്തുള്ളൂ. ആ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു, ഞാൻ കാരണമല്ലേ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, അതെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മരിച്ചുപോയ ഒരാളെ കുറിച്ച് കുറ്റം പറയാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലോ. ലക്ഷ്മി പറഞ്ഞു, എനിക്ക് മാധവേട്ടനോട് ഒരു ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പൂർണ്ണിമയെ മനസ്സിലിട്ടോണ്ട് എൻ്റെ കഴുത്തിൽ താലി ചേർത്താൻ പാടില്ലായിരുന്നു. ഒരു പെണ്ണിനെ മനസ്സിലിട്ടോണ്ട് എൻ്റെ കൂടെ അത്രയും കാലം കഴിഞ്ഞ് അതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പൂർണ്ണിമ ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, അതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാതായോ, എനിക്ക് ലക്ഷ്മിയോട് ഒരു കാര്യം അപേക്ഷിക്കാനുണ്ടെന്ന് പറയണം. അപേക്ഷിക്കാനോ? എന്ത്? സേതുവിനെ കൊലയ്ക്ക് കൊടുക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി വെച്ചു,
സേതുവിനെ കൊലയ്ക്ക് കൊടുക്കാനോ? അതെ, എൻ്റെ മകനെ കൊലയ്ക്ക് കൊടുക്കരുത് എന്ന് പൂർണിമ പറയണം. ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ കൊലയ്ക്ക് കൊടുക്കാന്. പൂർണിമയ്ക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നും? പൂർണിമ പറഞ്ഞു, ലക്ഷ്മിക്ക് അറിയാലോ എനിക്ക് ആൺകുട്ടികളില്ല, എനിക്ക് 3 പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ സ്ഥാനത്ത് എനിക്കൊരു ആൺകുട്ടിയായിട്ട് വന്ന എൻ്റെ സേതുവാണ്. ഞാൻ അവനെ പ്രസവിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവൻ എൻ്റെ മോനാണ്. പെറ്റമ്മയേക്കാൾ വലുതൊന്നും അല്ല, പോറ്റമ്മ വളർത്തമ്മ അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അവൻ എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടവൻ അവനാണ്. അവനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് അവനെ. ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്മി. അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മ ഇങ്ങനെ അന്താളിപ്പോടുകൂടെ ഇങ്ങനെ നോക്കുവാണ് പൂർണിമേനെ. പിന്നീട് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റിയെന്നാ പറയണേ? ആ സമയം പൂർണിമ പറഞ്ഞു, ഇപ്പം സേതുവിന് അപകടം ഉണ്ടാകാൻ കാരണമായത് ആരാന്നറിയാവോ? വേണുഗോപാല, നിങ്ങളുടെ ഇപ്പോഴത്തെ ഭർത്താവെന്ന് പറയണം. അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മ ഒന്ന് ഞെട്ടി. അയാളാണ് ആ ഗുണ്ടകളെ അയച്ചു വിട്ടത് എൻ്റെ സേതുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. എൻ്റെ സേതുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എനിക്ക് എൻ്റെ സേതുവിൻ്റെ ജീവൻ വേണം. എൻ്റെ മകനവന്, എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് വേണം. പെറ്റമ്മയോട് ഒരു പോറ്റമ്മയുടെ അപേക്ഷയായിട്ട് ഇത് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മയുടെ മുന്നിൽ കൈകൂപ്പുവാണ്. ഒരു നിമിഷം ലക്ഷ്മി അമ്മ ഇങ്ങനെ പതറി നിൽക്കുക, എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി കഥയായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.